നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ദശാകാലങ്ങളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നൊന്ന് പറയാമോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചന്ദ്രദശയെക്കുറിച്ചാണ് സംസാരിച്ചത്. ചന്ദ്രദശ കഴിഞ്ഞാൽ, അതായത് 39 വയസ്സ്, നമ്മൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാളെ കണക്കൂട്ടിയിട്ടാണ് ദശാകാലം കണക്കൂട്ടി വന്നത്. അപ്പോൾ ചന്ദ്രദശ കഴിഞ്ഞാൽ 39 വയസ്സ്, അപ്പോൾ അതുവരേക്ക് ആ വ്യക്തിക്ക് 39 വയസ്സായി എന്ന് ധരിക്കുക. അപ്പോൾ ചന്ദ്രദശ കഴിഞ്ഞാൽ അടുത്തത് ചൊവ്വയുടെ ദശാകാലമാണ്. അപ്പോൾ ചൊവ്വയുടെ ദശാകാലം എന്ന് പറയുന്നത് ചൊവ്വയുടെ നക്ഷത്രങ്ങൾ മകയിരം, ചിത്തിര, അവിട്ടം, ഈ 3 നക്ഷത്രങ്ങളാണ് ചൊവ്വയുടെ ദശാകാലം കടന്നു വരുന്നത്. അപ്പോൾ ചൊവ്വയുടെ ദശാകാലം എന്ന് പറയുന്നത് 7 വർഷമാണ്. അപ്പോൾ ഈ 7 വർഷവും ചൊവ്വയുടെ ദശാകാലം കടക്കുന്ന കാലഘട്ടങ്ങളിൽ സാധാരണ ഭൂമി വാങ്ങുന്നവർക്ക് ഏറ്റവും ഗുണകരമായ ഒരു കാലഘട്ടമായിരിക്കും ചൊവ്വയുടെ ദശാകാലം. അപ്പോൾ ഭൂമി ലഭിക്കുന്നതിന്, അതായത് ഷൺമുഖോ ഭൂമിപുത്രസ്യ എന്നാണ് അതിൻ്റെ പ്രമാണം തന്നെ. അതായത് ഭൂമിയുടെ മകനാണ് ഷൺമുഖൻ, അതായത് സുബ്രഹ്മണ്യൻ. അതുകൊണ്ടാണ് സുബ്രഹ്മണ്യനോട് ബന്ധം കൂടുതൽ കാണിക്കുകയും ഭഗവാന്റെ അനുഗ്രഹം കൂടുതലുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ചൊവ്വ ദശാകാലം കിടക്കുന്ന ആർക്ക് വേണമെങ്കിലും ഭൂമി കൂടുതൽ കിട്ടുന്നതിനുള്ള യോഗം ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ചൊവ്വ ദശാകാലഘട്ടത്തിൽ സുബ്രഹ്മണ്യനും ഭദ്രകാളിയുമാണ് ഇതിൻ്റെ അതിദേവതമാർ. സുബ്രഹ്മണ്യന് പഞ്ചാമൃതം അഭിഷേകവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യുക. അതേപോലെ ഭദ്രകാളിക്ക് കടും പായസവും ഭാഗ്യസൂക്തവും ചെയ്യുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മറ്റുള്ള ദേവതകൾക്കെല്ലാം നിവേദ്യം പറയുമ്പോൾ ഭഗവാന് മാത്രം നമ്മൾ അഭിഷേകമാണ് പറയുന്നത്. ഈ സുബ്രഹ്മണ്യന് പഞ്ചാമൃതം അഭിഷേകം നൽകിയാൽ ഭഗവാന്റെ തലയിലൂടെ പഞ്ചാമൃതം നമ്മൾ അഭിഷേകം ചെയ്യുന്ന സമയത്ത് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഭഗവാൻ നക്കുമെന്നാണ് പറയുന്നത്. നാവുകൊണ്ട് നക്കും. അപ്പോൾ ഭഗവാനെ കൊണ്ടൊന്ന് നക്കിക്കാൻ പറ്റിയാൽ അത് തന്നെയാണ് അതിൻ്റെ മേന്മ. കാരണം ഭഗവാനൊന്ന് നക്കി എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഗുണം കിട്ടിയെന്നർത്ഥം. അതിന് വേണ്ടിയിട്ടാണ് ഈ സുബ്രഹ്മണ്യന് നിവേദ്യം ചെയ്യുമ്പോൾ പഞ്ചാമൃതം അഭിഷേകം പറയാൻ കാരണം. ഇത് തന്നെ ഭഗവാന് വേണമെങ്കിൽ പഞ്ചാമൃതം നിവേദ്യവും കൊടുക്കാം. അത് നമ്മളുടെ സാമ്പത്തികം അനുസരിച്ച് ഭഗവാന് പഞ്ചാമൃത അഭിഷേകവും നടത്താം, പഞ്ചാമൃത നിവേദ്യവും നടത്താം. അതാണ് ചൊവ്വ ദശാകാലം. അതേപോലെ തന്നെ ചൊവ്വ ദശാകാലം കിടക്കുമ്പോൾ അതിനൊരു കീർത്തനമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അതും ജപിക്കാവുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ, ഒന്നമോ ഭഗവദേവും അമ്പിളിക്കല തുമ്പ ചാർത്തിയ ശംഭുധൻ പ്രിയപുത്രനായി സംഭവിച്ചൊരു കൊമ്പനീശ്വര തമ്പിയാകിയ തമ്പുരാൻ അമ്പിൽ മാം പഴനീധരാലയ പാലയാം സുഹൃത് പാലയാം ആരുമാസുര ഘോരനാരക വാരിരാശിയിൽ നിന്നുമാം തീരമേറ്റു വരുന്ന താരക ശൂരമാരണ കാരണാം തീരുമെൻ പഴനീധരാലയ പാലയാം സുഹൃത് പാലയാം. അങ്ങനെ ഭഗവാന്റെ ഈ കീർത്തനങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൊവ്വയുടെ ദശാകാലത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഓജരാശിയിൽ നിൽക്കുന്ന ചൊവ്വയാണ് ജാതകത്തിലെങ്കിൽ തീർച്ചയായിട്ടും സുബ്രഹ്മണ്യനാണ് അതിദേവൻ. ഇത് തന്നെ യുഗ്മരാശിയിൽ നിൽക്കുന്ന ചൊവ്വയാണ് ജാതകത്തിലെങ്കിൽ ഭദ്രകാളിയാണ് അതിദേവത. അതിന് നമുക്ക് ഭദ്രകാളിയുടെ ധ്യാനമന്ത്രമായ രക്താംഗി രക്തവസ്ത്രപരിചുട വിലസൽ ഭൂതപ്രേത പിശാച പൈശാഖ വൃന്ദം ഘോരാഘോരട്ടഹാസം കരികൃതുപാലസ്വ പാണിനേത്രം ശത്രുണാം പ്രാണതന്ത്രിം തിരുമുടിയും ഭാവയോ ഭദ്രകാളി എന്നുള്ള ധ്യാനമന്ത്രം കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതായത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ഈ ദേവതാ മന്ത്രങ്ങളെല്ലാം ഭക്തർ, സാധാരണ ജനങ്ങൾ ജപിക്കുമ്പോൾ ധ്യാനമന്ത്രങ്ങൾ മാത്രമേ ജപിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കാരണം മൂലമന്ത്രങ്ങളെല്ലാം ഭഗവാന് വേണ്ടി ജപിച്ചു കഴിഞ്ഞാൽ ഈ മൂലമന്ത്രമെല്ലാം ഒരു 3 പ്രാവശ്യമെങ്കിലും ചൊല്ലി, അങ്ങനെ 2-3 ദിവസം അടുപ്പിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ഭഗവാന് നിവേദ്യം കൊടുക്കേണ്ട ഒരു ആവശ്യം കൂടി വരും. ഇല്ലെങ്കിൽ ഭഗവാൻ ബാധയിൽ വരും. അപ്പോൾ ബാധയിൽ വരുത്താതിരിക്കുന്നതായിരിക്കും നമ്മളുടെ ജീവിതത്തിൻ്റെ സേഫ്റ്റി. അതേപോലെ സുബ്രഹ്മണ്യൻ്റെ മൂലമന്ത്രമായ ഷടാനനം കുങ്കുമ രക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യസൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രബദ്ധ്യേ. ഈ മന്ത്രമെല്ലാം കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. കാരണം ഇത് ഭഗവാന്റെ മൂലമന്ത്രമാണെന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സാധാരണ ക്ഷേത്രശാന്തിക്കാരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് ഓം വജദ്ഭുവേ നമ എന്നുള്ള മന്ത്രമാണ് ഭഗവാന്റെ മൂലമന്ത്രമെന്നാണ് ധരിച്ചിരിക്കുന്നത്. ഓം വജദ്ഭുവേ നമ എന്നാൽ ശിവാംശമേ എന്ന് മാത്രമാണ് വിളിക്കുന്നത്. അത് സുബ്രഹ്മണ്യനെ മാത്രമല്ല, ഗണപതിയെയും വിളിക്കാം, അയ്യപ്പനെയും വിളിക്കാം, ഭദ്രകാളിയെയും വിളിക്കാം. അതായത് ഭഗവാന്റെ പുത്രനായിരിക്കുന്ന വീരഭദ്രനെയും വിളിക്കാം, ഘണ്ടാകർണനെയും വിളിക്കാം, ആരെ വേണമെങ്കിലും, ഭൈരവനെയും വിളിക്കാം, ആരെ വേണമെങ്കിലും വിളിക്കാവുന്ന ഒരു മന്ത്രമാണ് ഈ പറഞ്ഞ ഭജദ്ഭുവേ എന്നുള്ളത്. ഇത് തന്നെ മൂലമന്ത്രമായിട്ട് കാണുന്നത് സുബ്രഹ്മണ്യൻ്റെ ഷടാനനം കുങ്കുമ രക്തവർണം എന്നുള്ളതാണ്. അപ്പോൾ ഈ മന്ത്രം നമ്മളധികം
ഉച്ചരിച്ച് അത് ജപിച്ച് അതിലേക്ക് അതിൻ്റെ ദോഷത്തിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. 3 പ്രാവശ്യം എല്ലാം ജപിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഈ പറഞ്ഞ ദശാകാലത്തിൽ ചൊവ്വയുടെ ദശാകാലം അങ്ങനെ 7 വർഷം കടന്നു പോകുമ്പോൾ ഈ ആൾക്ക് 46.5 വയസ്സ് എത്തിയിട്ടുണ്ടാകും. അപ്പോൾ 46 വയസ്സാകുന്ന സമയത്ത് അടുത്ത ദശാകാലമായ രാഹുർദശ ആരംഭിക്കുകയാണ്. ഇപ്പോൾ രാഹുർദശയുടെ നക്ഷത്രങ്ങൾ തിരുവാതിര, ചോതി, ചതയം. ഇതാണ് രാഹുർദശയുടെ നക്ഷത്രങ്ങൾ. അപ്പോൾ രാഹുർദശ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മോശമായ കാലഘട്ടമാണ് രാഹുർദശ എന്നുള്ളൊരു സത്യം നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കണം. കാരണം പല മിടുക്കന്മാരായ ആചാര്യന്മാരുടെയും ജാതകം എഴുതിയ ബുക്കൊക്കെ നമ്മളുടെ അടുത്ത് വന്ന് നോക്കാറുണ്ട്. അപ്പോൾ വെറുതെ നമ്മൾ ആ ബുക്കിലേക്കൊന്നും നോക്കാറില്ലെങ്കിൽ പോലും നമുക്ക് സാധാരണ ഗ്രഹനില മാത്രമേ ആവശ്യമുള്ളൂ. എന്നിരുന്നാലും ഈ മിടുക്കന്മാരൊക്കെ എഴുതി വച്ചിരിക്കുന്നത് രാഹുർദശയിൽ ആദ്യത്തെ 6 വർഷം ഗുണവും മധ്യഭാഗം മോശവും അവസാനത്തെ 6 വർഷം ഗുണവും, അതായത് 12 വർഷം ഗുണം തരും രാഹു, ഒരു 6 വർഷം മാത്രമേ മോശം എന്ന് മാത്രമേ ഇതിനകത്ത് പ്രതിപാദിക്കുന്നുള്ളൂ. നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, രാഹുവിൻ്റെ 18 വർഷവും മോശം തന്നെയായിരിക്കും. അല്ലാതെ ഇവർ പറയുന്ന പോലെ 6 വർഷം ഗുണം തരാനും പോകുന്നില്ല, അവസാനത്തെ 6 വർഷം ഗുണം തരാനും പോകുന്നില്ല, ഇടയ്ക്കുള്ള 6 വർഷം മോശമൊന്നുമല്ല. ഈ 18 വർഷവും മോശം തന്നെയാണ്. കാരണം നമ്മളുടെ സമ്പത്തെല്ലാം അടിച്ച് കലക്കിക്കളയുന്ന ഒരു കാലഘട്ടമായിരിക്കും രാഹുർദശ കാലഘട്ടം. ഇതിനെ അതിജീവിക്കുന്നതിന് വേറെ പ്രത്യേകിച്ച് പൂജകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. രാഹുർദശയ്ക്ക് രാഹു തന്നെയാണ് ദേവൻ. രാഹു എന്നാൽ സർപ്പമാണ്. അപ്പോൾ ഈ 18 വർഷവും രാഹുവിനെ, അതായത് നാഗദേവതാ ക്ഷേത്രങ്ങളിൽ കൂടുതൽ ബന്ധപ്പെടുകയും കന്നിമാസം ആയില്യം മുതൽ ഇടവ 10 വരെയുള്ള 8 മാസങ്ങളിൽ സർപ്പത്തിന് 100 മാലും കൊടുക്കുകയും ചെയ്യുക. ഇത് തന്നെയാണ് അതിനുള്ള പ്രതിവിധി. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പോകണ്ടെന്ന് പറയുന്നില്ല, ക്ഷേത്രങ്ങളിലെല്ലാം പോവാം. എന്നിരുന്നാലും രാഹുവിൻ്റെ അതികഠിനമായ കാലഘട്ടം കടക്കുമ്പോൾ രാഹു തന്നെയാണ് അതിദേവൻ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇതേപോലെ തന്നെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ട് മാത്രമേ നമ്മൾ അടുത്തുള്ള ഏത് ക്ഷേത്രത്തിലായാലും സർപ്പത്തിന് 100 മാലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ ചിലർ പറയാറുണ്ട്, ഇപ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ പൂജയ്ക്ക് വരുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് പറയും 200 ഗ്രാം ഉണക്കമഞ്ഞൾ വീട്ടിൽ പൊടിച്ച പൊടി കൊണ്ടുവരണമെന്ന് പറയും. വീട്ടിൽ പൊടിച്ചതെന്ന് ഉദ്ദേശിക്കുന്നത് ഒരലിലോ മിക്സിയിലോട്ട് പൊടിക്കാൻ വേണ്ടി തന്നെയാണ് വീട്ടിൽ പൊടിച്ച എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ തെറ്റിദ്ധരിച്ചിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട്, അതായത് വീട്ടിൽ നിന്ന് മഞ്ഞൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ വെച്ചിട്ട് അത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചിട്ട് കൊണ്ടുവരും. എന്നിട്ട് പറയും ഈ മഞ്ഞൾ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് മാത്രം ഉപയോഗിക്കുന്ന മില്ലിൽ പൊടിച്ചതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ക്ഷേത്രത്തിലേക്ക് മാത്രം പൊടിക്കുന്നതാണെന്നെല്ലാം മില്ലുകാരൻ വെറുതെ പറയുന്നതാണ്. അവൻ മുളകും മല്ലി എല്ലാം പൊടിച്ചിട്ട് അതിൻ്റെ പിന്നാലെ ഇട്ടാണ് മഞ്ഞളും പൊടിക്കുന്നത്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മഞ്ഞൾ പൊടിക്കുമ്പോൾ ഈ മുളകിൻ്റെ അംശം എല്ലാം മഞ്ഞളിൽ കലരും. അങ്ങനെ കലരുമ്പോൾ അതിൻ്റെ ഒരു പുകച്ചിൽ ഈ നിവേദ്യം കൊടുക്കുമ്പോൾ രാഹുവിന് ഫീലാവും. ആ ഫീല് നമ്മുടെ ജീവിതത്തിലും പുകയും. അതായത് നമ്മൾ തന്നെ നമുക്കൊരു വിപത്താണ് വരുത്തി വയ്ക്കുന്നത്. അതായത് അവിടെ പുകയുന്ന പുകയിൽ നമ്മുടെ ജീവിതം പുകയും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ നിവേദ്യം എല്ലാം കൊടുക്കുമ്പോൾ മഞ്ഞപ്പൊടി കൊടുക്കാനാണ് പറഞ്ഞത്. ഞാൻ മഞ്ഞപ്പൊടി എന്ന് ഒരിക്കലും പറയുന്നില്ല, മഞ്ഞൾ പൊടി എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ഒരു ഇൾ കൂടി പറയുന്നുണ്ട്, മഞ്ഞൾ. നമ്മൾ മഞ്ഞപ്പൊടി എന്ന് പറയുന്നില്ല. കാരണം മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞു വരുന്നത് പല ബ്രാൻഡ് വലിയ വലിയ സിനിമാ നടിമാരൊക്കെ വന്നിട്ട് സംശുദ്ധമായ സാധനമാണ്, 100%, 200%, 1000% എന്നെല്ലാം അവർ സാക്ഷ്യപ്പെടുത്തുന്ന സാധനം ചോളം പൊടിച്ച് അതിനകത്ത് എസൻസൊക്കെ അടിച്ചു വന്ന സാധനമായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ വീടുകളിൽ പൊടിക്കാൻ പറയുന്നത് തന്നെ കൃത്രിമമില്ലാതെ നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഭഗവാനുള്ള നിവേദ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള സങ്കല്പത്തിൽ ചെയ്താൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഗുണം കൂടുതലുണ്ടാവും. കാരണം ഈ നമ്മുടെ ഓരോ എപ്പിസോഡ് സർപ്പത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എപ്പിസോഡ് കടന്നു പോയപ്പോൾ ഈ സർപ്പത്തിൻ്റെ കാരണം, അതായത് സർപ്പദോഷം ഉള്ളതുകൊണ്ടാണ് ഈ ക്യാൻസർ പോലുള്ള മഹാരോഗമൊക്കെ വരുന്നത്. അപ്പോൾ അതിനെ ചെറുക്കുന്നതിന് സർപ്പത്തിന് 100 പാലും വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയൊക്കെ ഉപയോഗിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കുറവുണ്ടാവും എന്ന് പറയുമ്പോൾ അങ്ങനെ പലരും വിളിച്ച അഭിപ്രായം പറയാണ്ട് അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ വേദനയൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അവർ വെറുതെ പറയുന്നതല്ല, അവർ അനുഭവിച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ പ്രോഗ്രാമിലും വെറുതെ പറയുന്നതല്ല. നമ്മൾ എവിടെ ഏതൊരു നിവേദ്യം കൊടുക്കുന്നുവോ അതെല്ലാം കൃത്യമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലസിദ്ധിയും കൃത്യമായിട്ടുണ്ടാകും. അപ്പോൾ ഇത് പലരും തെറ്റിദ്ധരിച്ചിട്ട് വലിയ ആചാര്യനാണ് അല്ലെങ്കിൽ വലിയ ക്ഷേത്രത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ താന്ത്രികവും മാന്ത്രികം അറിയാവുന്ന വലിയ ആളാണ് വന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തിന് കുഴപ്പമുണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഗുണം കിട്ടണമെന്നും ഒരു നിർബന്ധം ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് ഗുണം കിട്ടണമെന്ന് വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ട് ദ്രവ്യത്തിന് നിർബന്ധം ഉണ്ടാവും. അതേപോലെ നിങ്ങളും നിങ്ങളുടെ 18 വർഷം രാഹുകാലം കടന്നു പോകുന്നതിന് ഗുണകരമായ അനുഭവം കിട്ടുന്നതിന് രാഹുപ്രീതി വരുത്തുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ചെയ്താൽ നന്നായിരിക്കും. പ്രണവത്തിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.